ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കൂടെ കുറച്ച് റെസിപ്പീസും ഉണ്ട്. മുട്ട റോസ്റ്റ്, അതുപോലെ മാന്തൾ വറ്റിച്ചത്, ഉപ്പുമാവ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുറച്ച് മാന്തൾ വറ്റിക്കുന്നുണ്ട് കേട്ടോ. അതാണിത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പീസൊക്കെ ഇതിലേക്ക് വീഡിയോ നോക്കിയിട്ട് പഠിച്ചോളൂ കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. വേറൊന്നല്ല, നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണല്ലേ. ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരിക്കും. എന്നാലോ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ തരം താഴ്ത്താനും ഉണ്ടായിരിക്കും. ഇത് രണ്ടും വാസ്തവമാണ്. അനുഭവമുള്ളവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു നിലയിൽ എത്തുകയെന്ന് പറഞ്ഞാൽ അത് ആരായാലും നേടിയെടുക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് എന്നല്ല, ഏതൊരു ജോലിയിലും അങ്ങനെ തന്നെ. അപ്പോൾ അത് ഫസ്റ്റിലൊക്കെ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ ഏതൊരു പൊസിഷനിൽ എത്തുന്നതില്ലേ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ പറ്റിയ താന്ന പോലെയാണ്. എന്നാൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശത്രുക്കളും ആയിരിക്കും, പല രീതിയിലുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ കേട്ടോ. പക്ഷേ ആരതും കാണാനും കേൾക്കാനൊന്നും നമ്മൾ നിൽക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇപ്പം നമ്മുടെ തീരുമാനം എന്താ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സാഹചര്യം നമ്മളെ പല രീതിയിലും നമ്മളെ കൊണ്ടുപോകും അല്ലേ. ചിലപ്പോൾ നല്ല ഹാബിറ്റുള്ള ഒരാളായിരിക്കും, നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കും. ആ ആൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ടായിരിക്കും അയാളുടെ സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കുക. അത് സത്യമായിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ. അത് നമ്മളെ മാന്തൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം നമ്മളെല്ലാം ചേർത്ത് വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക. അതേപോലെ ചപ്പും പുതിനൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമ്മളെന്താ പറഞ്ഞ, ഒരു നിലയിലെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, കാരണം നമ്മുടെ സാഹചര്യം നമ്മുടെ സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കും. എത്ര നല്ലൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് പല രീതിയിലുമുള്ള ജീവിത സാഹചര്യങ്ങളാവും. അങ്ങനെ വരുമ്പോൾ നമ്മളെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെങ്കിൽ നമ്മൾ എവിടെയും വിജയിക്കും. പക്ഷേ വിജയിക്കാനും ചില സിറ്റുവേഷനിൽ നമ്മളെ സമ്മതിക്കില്ല എന്നാണ് അല്ലേ. ഒട്ടുമിക്ക സാഹചര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ കൈവിടാതെ നോക്കുക. നമ്മൾ ആരും ഒന്നും തെറ്റ് ചെയ്യുന്നില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ല എങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാക്കുകയാണ്. ഇതിന് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ റെസിപ്പീസ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാണിച്ചിട്ടില്ല, കാരണം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇതിൽ നമ്മൾ സാധാരണ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മുട്ട പുഴുങ്ങിയിട്ട് ആ മുട്ട അതിലേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അവസാനം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാട്ടോ വാട്ടിയെടുക്കുന്നത്. പിന്നെ ഇതാ ഉപ്പേരി വെക്കാനുള്ള ബീട്രൂട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി വെച്ചതുണ്ട്. അപ്പോൾ അത് വെക്കാനായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഫ്ലവർ ഞാൻ എൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ഫ്ലവർ വാങ്ങിച്ചാട്ടോ. ഒന്നുമില്ല, നമുക്ക് ഷോക്കേസിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബോർഡൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ ട്രൈപോഡുമേൽ ഫോണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക. ട്രൈപോഡ് അത്ര വലിയ ക്യാഷിൻ്റെ ട്രൈപോഡൊന്നുമല്ല കേട്ടോ, വളരെ ലളിതമായി 400 അങ്ങനെയാണ്. കാരണം നമുക്ക് കുറച്ച് ക്യാഷിൽ കിട്ടാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുക. എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് മാത്രം കേട്ടോ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചാനലല്ല കേട്ടോ ഞാൻ പറയുന്നത്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വേണം എന്നുള്ളവർക്ക്
ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 2 ചാനലുണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങനെ കുറച്ചായിട്ടേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ട് റിഷൂസ് പാലസ് എന്ന ചാനലാണ് വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റിങ്ങും നമുക്ക് സംസാരിച്ച് ശീലിക്കാനുള്ള മെത്തേഡ്സൊക്കെയാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ അത് ആ ബോർഡിലൊക്കെ എഴുതിയതൊക്കെ കണ്ടില്ല, അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൻ്റെ പേര് റിഷൂസ് പാലസ് എന്നാണ്. കാണാൻ താല്പര്യമുള്ളവർ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർ കുട്ടികളെല്ലാവർക്കും അതിൽ ഒന്ന് കയറി നോക്കാം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് എല്ലാ വീഡിയോസുകളും കാണുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ലേശം ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം കുറച്ച് കടുകും ഇതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഉപ്പുമാവ്. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഒരു വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എത്രയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഒന്നാക്കിയെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മസ്റ്റ് ആയിട്ടോ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് മുളകും കൂടി കാണിച്ചു തരാം. ഇതായിരിക്കുന്നു. ഓക്കെ, താങ്ക്